Hi guys, അപ്പോൾ ഇത് സെക്കൻഡ് വീഡിയോയാണ്. കഴിഞ്ഞ വീഡിയോയിൽ എയറീസ് സ്ട്രെസ് ഫംഗ്ഷൻ എന്താണെന്നും അതിനെ തുടർന്നുള്ള ഡെറിവേഷൻസും പ്ലെയിൻ സ്ട്രെസ്സിനും പ്ലെയിൻ സ്ട്രെയിനിനും എന്തൊക്കെയാണ് ഇക്വേഷൻസ് എന്നും നമ്മൾ പഠിച്ചു. പ്ലെയിൻ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ ഇതായിരുന്നു: എയറി സ്ട്രെസ് ഡെൽ റേസ് ടു 4 5 ഈക്വൽ ടു 1 മൈനസ് ന്യൂ ഇൻറ്റു ഡെൽ സ്ക്വയർ വി. അതുപോലെ തന്നെ പ്ലെയിൻ സ്ട്രെയിനിന് ഡെൽ റേസ് ടു 4 5 ഈക്വൽ ടു 1 മൈനസ് 2 ന്യൂ ബൈ 1 മൈനസ് ന്യൂ ഡെൽ സ്ക്വയർ വി. അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചു. അതിനുശേഷം ബോഡി ഫോഴ്സസ് 0 ആണെങ്കിൽ ഡെൽ സ്ക്വയർ വി 0 ആയി മാറും. അപ്പോൾ പ്ലെയിൻ സ്ട്രെസ്സിനായാലും പ്ലെയിൻ സ്ട്രെയിനിനായാലും ഡെൽ റേസ് ടു 4 5 ഈക്വൽ ടു 0. അപ്പോൾ അതിൻ്റെ എക്സ്പാൻഷനായിട്ട് ഈ ഇക്വേഷൻ ഡെൽ റേസ് ടു 4 5 ബൈ dou x raised to 4 plus 2 dou raised to 4 5 by dou x square dou y square plus dou raised to 4 5 by dou y raised to 4 equal to 0. അപ്പോൾ ഈ ബൈഹാർമോണിക് ഇക്വേഷൻ ഫൈ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ, അതായത് നിങ്ങൾക്ക് എക്സാമിന് ഒരു ഫംഗ്ഷൻ തരും, എക്സിൻ്റെയും വൈയുടെയും ടേംസിൽ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും. ആ ഫംഗ്ഷൻ എയറീസ് സ്ട്രെസ് ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അത് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഫംഗ്ഷൻ എടുക്കുക, ഈ ഓരോ ടേംസും കണ്ടുപിടിക്കുക. ഡോ റേസ് ടു 4 5 ബൈ ഡോ എക്സ് റേസ് ടു 4, അതുപോലെ ഡോ റേസ് ടു 4 5 ബൈ ഡോ വൈ റേസ് ടു 4, അതുപോലെ തന്നെ 2 ഇൻറ്റു ഡോ റേസ് ടു 4 5 ബൈ ഡോ എക്സ് സ്ക്വയർ ഡോ വൈ സ്ക്വയർ. ഇത് മൂന്നും കണ്ടുപിടിച്ച് ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ എയറി സ്ട്രെസ് ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എയറി സ്ട്രെസ് ഫംഗ്ഷൻ അല്ല. അപ്പോൾ ഈ ബൈഹാർമോണിക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു ഫംഗ്ഷനെ നമുക്ക് എയറീസ് സ്ട്രെസ് ഫംഗ്ഷൻ ആണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എങ്ങനെ നമുക്ക് എയറീസ് സ്ട്രെസ് ഫംഗ്ഷൻ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ പോളിനോമിയൽ മെത്തേഡ് എന്നാണ് നമ്മളെ പേര്. പോളിനോമിയൽ എന്ന് വെച്ചാൽ എക്സിൻ്റെയും വൈയുടെയും ടേംസിൽ എഴുതുന്ന ഒരു ഇക്വേഷനാണ് പോളിനോമിയൽ എന്ന് പറയുന്നത്, പോളിനോമിയൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു പോളിനോമിയൽ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഫൈ ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു എയറി സ്ട്രെസ് ഫംഗ്ഷൻ ഫോർമുലേറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ ശ്രദ്ധിക്കുക, ആദ്യം ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയുമ്പോൾ ഒരു ടേമിലെ എക്സിൻ്റെയും വൈയുടെയും, ഈ ടേമിലിപ്പോൾ എക്സ് മാത്രമേ ഉള്ളൂ, അതുപോലെ ഈ ടേമിലിപ്പോൾ വൈ മാത്രമേ ഉള്ളൂ. ഇനി ചില ടേംസിൽ ചിലപ്പോൾ എക്സും വൈയും ഒരുമിച്ചുണ്ടാകും. അപ്പം എക്സിൻ്റെയും വൈയുടെയും പവേഴ്സ് എല്ലാം കൂടെ കൂട്ടിയാൽ, ഒരു ടേമിലുള്ള പവർ എല്ലാം കൂടെ കൂട്ടിയാൽ എത്ര വരുന്നു അതാണ് ആ ഇക്വേഷൻ്റെ ഡിഗ്രി. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ ഇവിടെ ഫസ്റ്റ് ടേമിൽ എക്സിൻ്റെ 1 ഡിഗ്രിയാണുള്ളത്, 1 പവർ, എക്സ് റേസ് ടു 1 ആണ് പവർ, ഇവിടെ വൈ റേസ് ടു 1 ആണ് പവർ. അപ്പോൾ ഇവിടെ ഈ രണ്ട് ടേമിലും 1 ആണ് പവർ. അതുകൊണ്ടാണ് ഇതിനെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഒരു ജനറൽ ഇക്വേഷൻ ഇതാണ്. അപ്പം ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഒരു തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ, അപ്പോൾ ഈ ഇക്വേഷനെ നമ്മൾ ഒരു തവണ എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തിരിക്കട്ടെ, അതായത് ഡോ 5 ബൈ ഡോ എക്സ് ചെയ്താൽ, പാർഷ്യൽ ഡെറിവേഷനാണ്, ഡോ 5 ബൈ ഡോ എക്സ് ചെയ്താൽ ഈ ടേമിൽ എക്സ് ഇല്ല, അതുകൊണ്ട് ഇത് ക്യാൻസൽ ആയി പോകും. ഈ ടേമിൽ എക്സ് ഉണ്ട്, എക്സ് ടു 1 ആണ്, അത് ചെയ്യുമ്പോൾ ഡോ 5 ബൈ ഡോ എക്സ് ഈക്വൽ ടു A1 എന്ന് വരും, അതായത് ഒരു കോൺസ്റ്റൻറ്റ് വരും. ഇനി ഡോ സ്ക്വയർ 5 ബൈ ഡോ എക്സ് സ്ക്വയർ ഒന്നുകൂടെ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ, ഇവിടെ കോൺസ്റ്റൻറ്റ് മാത്രമായിരുന്നു, ഈ ടേം ക്യാൻസലായി പോയി, ഇവിടെ കോൺസ്റ്റൻറ്റ് മാത്രമേ A1 എക്സ് എന്നുള്ളത് A1 മാത്രമായി. അത് ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ A1 മാറി 0 വരും. അതായത് രണ്ടാമത്തെ പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ 0 ആയി മാറും. അതായത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് 0 ആയിരിക്കും കിട്ടുന്നതല്ല. അതുപോലെ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ 3 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കിട്ടുന്നതെല്ലാം 0 ആയിരിക്കും. തേർഡ് ഡിഗ്രി പോളിനോമിയൽ 4 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കിട്ടുന്നതെല്ലാം 0 ആയിരിക്കും. അതായത് എത്രയാണോ ഒരു പോളിനോമിയലിൻ്റെ ഡിഗ്രി, അതിലൊന്ന് കൂടുതൽ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതെല്ലാം 0 ആയിരിക്കും. അത് മനസ്സിൽ സൂക്ഷിക്കുക. ഇനി ഇതിലേക്ക് നോക്കുക. ഈ ബൈഹാർമോണിക് ഫംഗ്ഷനിൽ എല്ലാം 4 തവണയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ 4 തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അതിൻ്റെ എല്ലാം സം എടുക്കുമ്പോൾ 0 കിട്ടും. അപ്പോൾ ഒരു തേർഡ് ഡിഗ്രി പോളിനോമിയൽ വലിയ 3 ഡിഗ്രി പോളിനോമിയൽ, തേർഡ് ഡിഗ്രി പോളിനോമിയൽ 4 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0 ആയിരിക്കും കിട്ടുന്നത്. ഒരു തേർഡ് ഡിഗ്രി പോളിനോമിയൽ വരെ
ഈ ടേംസ് എല്ലാം നമുക്ക് 0 ആയിരിക്കും കിട്ടുന്നത്. അപ്പം തേർഡ് ഡിഗ്രി പോളിനോമിയൽ വരെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. എന്തായാലും ബൈ ഹാർമോണിക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. നമ്മൾ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ സെക്കൻഡ് ഡെറിവേറ്റീവ് തൊട്ട് സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഡെറിവേറ്റീവ് എല്ലാം 0 ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ for a first degree polynomial, all differentials from second differential and upwards will be 0. So therefore first order polynomial will always satisfy del raised to 4 phi equal to 0. Therefore it is an Airy stress function. ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എങ്ങനെ എഴുതിയാലും, ഏതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എടുത്താലും അതൊരു Airy സ്ട്രെസ് ഫംഗ്ഷൻ ആയിരിക്കണം. കാരണം del raised to 4 phi equal to 0 തന്നെ വരണം. അപ്പോൾ അത് Airy സ്ട്രെസ് ഫംഗ്ഷൻ ആണെന്ന് ഉറപ്പിച്ച സ്ഥിതിക്ക് ഇനി നമുക്ക് കറസ്പോണ്ടിങ് ഓരോ സ്ട്രെസ് ടേംസും, അതായത് സിഗ്മ എക്സ് എക്സ് എത്ര വരും, സിഗ്മ വൈ വൈ എത്ര വരും, ടൗ എക്സ് വൈ എങ്ങനെ വരും എന്ന് നമുക്ക് നോക്കാം. നമ്മൾ സിഗ്മ എക്സ് എക്സ് ഈക്വൽ ടു നമ്മൾ ഓൾറെഡി നമ്മുടെ ഇക്വേഷൻ നോക്കിയിരുന്നു. സിഗ്മ എക്സ് എക്സ് ഈക്വൽ ടു ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ വൈ സ്ക്വയർ ആണ്. സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ഡോ ബൈ ഡോ വൈ ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ വൈ എന്ന് എഴുതാം. ഡോ ഫൈ ബൈ ഡോ വൈ ആ ഇക്വേഷൻ ഒന്ന് ഡോ ഫൈ ബൈ ഡോ വൈ ചെയ്താൽ നമുക്ക് ഡോ വൈ ബൈ ഡോ വൈ ഇൻറ്റു B1 കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവാണ്, അത് 0 വരും. അതുപോലെ തന്നെ സിഗ്മ വൈയും 0 വരുന്നതായിട്ട് കാണാം. നിങ്ങളിത് തീർച്ചയായിട്ടും ചെയ്ത് തന്നെ പഠിക്കുക, വായിച്ച് വിടരുത്, ചെയ്ത് തന്നെ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ചെയ്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സിഗ്മ എക്സും സിഗ്മ വൈയും ടൗവും എല്ലാം 0 വരുന്നതായിട്ട് കണക്കാക്കാം, മനസ്സിലാവും. അപ്പോൾ 0 വരുന്നതെന്ന് വെച്ചാൽ സ്ട്രെസ് ഇല്ല. അതൊരു പ്രാക്ടിക്കൽ കേസിൽ നിങ്ങളൊരു പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ ഒരു അൺസ്ട്രെസ്ഡ് മെറ്റീരിയലിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഫൈ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. അൺസ്ട്രെസ്ഡ് മെറ്റീരിയൽ, സ്ട്രെസ് എല്ലാം 0 ആയിരിക്കും. അപ്പം ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ Airy സ്ട്രെസ് ഫംഗ്ഷനായിട്ട് എടുത്താൽ അതിനെ തുടർന്നുണ്ടാകുന്ന സ്ട്രെസ് എല്ലാം 0 ആയിരിക്കും. അപ്പം മെക്കാനിക്സ് ഓഫ് സോളിഡ്സിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു കേസ് വളരെ ഇറലവൻ്റ് ആണ്. എന്നാലും നമുക്ക് ചില കേസുകൾ അത് യൂസ് ചെയ്യേണ്ടി വരും. ഇനി അടുത്ത സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ നോക്കുമ്പോൾ ഇവിടെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അത് ഇക്വേഷൻ എഴുതേണ്ട, ജനറൽ ഇക്വേഷൻ എഴുതേണ്ട എങ്ങനെയാണ്? സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണെങ്കിൽ ഫസ്റ്റ് ടേമിൽ സെക്കൻഡ് ഡിഗ്രി ആയതുകൊണ്ട് എക്സ് റേസ് ടു 2, അത് കഴിഞ്ഞ് ഓരോ ടേമിലും എക്സിൻ്റെ പവർ കുറഞ്ഞ് ഓരോ സ്റ്റെപ്പായിട്ട് ഓരോന്നായിട്ട് കുറഞ്ഞു വരിക. ഇവിടെ എക്സ് റേസ് ടു 2 ആയിരുന്നു, എക്സ് റേസ് ടു 1 ആയി, എക്സ് റേസ് ടു 0 ആയിരുന്നു. അതുപോലെ വൈയുടെ പവർ ഓരോ ടേമിലും കൂടിക്കൂടി വരുന്നതായിട്ട് ഇവിടെ വൈ റേസ് ടു 0 ആയിരുന്നു, വൈ റേസ് ടു 1 ആയി, വൈ റേസ് ടു 2 ആയി. അങ്ങനെയാണ് നമ്മളൊരു ജനറൽ ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആയതുകൊണ്ട് തേർഡ് ഡിഫറൻഷ്യൽ മുതൽ മുകളിലോട്ടെല്ലാം 0 ആയിരിക്കണം. നമുക്ക് ബൈ ഹാർമോണിയൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫോർത്ത് ഡെറിവേറ്റീവ്സ് ആണ് എല്ലാം ഉള്ളത്. അതുകൊണ്ട് നമ്മൾ വീണ്ടും ഇത് നോക്കേണ്ട കാര്യമില്ല, ഇതെന്തായാലും സാറ്റിസ്ഫൈ ചെയ്യും. തുടർന്ന് നമ്മൾ സിഗ്മ എക്സും സിഗ്മ വൈയും ടൗ എക്സ് വൈയും കണ്ടുപിടിക്കുമ്പോൾ അതെല്ലാം കോൺസ്റ്റൻസ് ആണെന്ന്. അതായത് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ഇല്ല, എക്സോ വൈയോ ഈ ഫൈനൽ എക്സ്പ്രഷനിൽ ഇല്ല. സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ 2C2 ആണ്, C2 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്, 2ഉം കോൺസ്റ്റൻ്റ് ആണ്. സിഗ്മ വൈ എന്ന് പറഞ്ഞാൽ 2A2 ആണ്, 2ഉം കോൺസ്റ്റൻ്റ് ആണ്, A2ഉം കോൺസ്റ്റൻ്റ് ആണ്. സിമിലർലി ടൗ എക്സ് വൈ. അപ്പം കോൺസ്റ്റൻസ് ആണ്, എക്സും വൈയും ഇല്ല, ഡയറക്ഷൻസിനനുസരിച്ച് മാറില്ല എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം വാല്യൂ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. എക്സ് മാറുന്നതനുസരിച്ച് സ്ട്രെസ് മാറില്ല, വൈ മാറുന്നതനുസരിച്ച് സ്ട്രെസ് മാറില്ല, എപ്പോഴും വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഹിയർ ഓൾ സ്ട്രെസ് കമ്പോണൻസ് ആർ കോൺസ്റ്റൻറ്റ്. ദാറ്റ് ഈസ് ദ സ്ട്രെസ് വാല്യൂ ഈസ് കോൺസ്റ്റൻറ്റ് വെൻ മൂവിങ് അലോങ് എനി ഡയറക്ഷൻ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ച ആക്സിയൽ ലോഡിങ് പഠിച്ചാണ്. ആക്സിയൽ ലോഡിങ് ഇങ്ങനെ ഒരു കേസിൽ ഒരു ബാറിനെയോ അല്ലെങ്കിൽ ഒരു ട്യൂബിനെ നമ്മൾ ആക്സിലി ഇങ്ങനെ ഫോഴ്സ് കൊടുത്ത് ആക്സിലി നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷനിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സിഗ്മ ഈക്വൽ ടു F/A ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ F/A എന്ന് സിഗ്മ എക്സ് ഡയറക്ഷനിലെ ഫോഴ്സ് ആണ്, നോർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷനിലെ സ്ട്രെസ്സാണ്. അപ്പോൾ സിഗ്മ എക്സ് ഈക്വൽ ടു F/A എന്ന് നമുക്ക് കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചാണ്. സിഗ്മ എക്സ് ഈക്വൽ ടു F/A സ്ട്രെസ് ഇങ്ങനെയായിരിക്കും. അപ്പോൾ സിഗ്മ എക്സ് നമുക്കിപ്പോൾ പഠിച്ചതനുസരിച്ച് നമുക്കറിയാം സിഗ്മ എക്സ് കൊണ്ട് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ വൈ സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ F/A ആണ്. അപ്പോൾ നമുക്ക് ഫൈ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കിതിനെ 2 പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. വൈ കൊണ്ട് 2 പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ വൈ കൊണ്ട് ഇത് 2 പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ
ഈ രീതിയിൽ ഒരു പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എഫ് ബൈ എ ഇൻറ്റു വൈ എന്ന് കിട്ടും. 2 പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എഫ് വൈ സ്ക്വയർ ബൈ 2a എന്ന് കിട്ടും. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻ്റൊക്കെ ആഡ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻസ് അവസാനം 0 വരും എന്നുള്ളതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്തതാണ്. അപ്പോൾ ഫൈ ഈക്വൽ ടു എഫ് വൈ സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ജനറൽ ഇക്വേഷൻ വെച്ചാൽ വൈ സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് C2 ആണ് വരേണ്ടത്. ബാക്കി രണ്ടെണ്ണം, അതായത് ഇവിടെ നോക്കിയാൽ വൈ സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് C2 ആണ്, എക്സ് വൈയുടെ കോഎഫിഷ്യൻ്റ് B2 ആണ്, എക്സ് സ്ക്വയറിൻ്റെതാണ് A2. അപ്പം A2ഉം B2ഉം 0 ആണ്, C2 ആണെങ്കിൽ എഫ് ബൈ 2a ആണ്. A2ഉം B2ഉം 0 ആണ്, ഇവിടെ ഇല്ല. വൈ സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് അതായത് C2 എന്ന് പറഞ്ഞാൽ എഫ് ബൈ 2a, അതാണ് ഇവിടെ ഇരിക്കുന്നത്. ഫോർ ദിസ് പ്രോബ്ലം A2 ഈക്വൽ ടു B2 ഈക്വൽ ടു 0, C2 ഈക്വൽ ടു എഫ് ബൈ 2a. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം.